എല്ലാവർക്കും നമസ്കാരം. NH 66 ഓച്ചിറയിലെ കാഴ്ചയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു വ്ലോഗ് തുടങ്ങുകയാണ്. ഓച്ചിറയിലെ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന ഈ ഞക്കനാൽ ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ ഒരു അണ്ടർപാസിലെ കാഴ്ചയാണിത്. എത്രയോ നാളിൻ്റെ പണിയാണ് ഇവിടെ തീർന്നിട്ടുണ്ട്. ഓക്കെ, എന്ത് വീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഇനി അടിഭാഗം തേക്കുവോം അറിയത്തില്ല, തേക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും വീതിയുണ്ട്. ഇവിടെ കൂടെയൊക്കെ ഈ ഓച്ചിറ ക്ഷേത്രത്തിലേക്ക് ഈ കെട്ടുകാഴ്ചയൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നല്ല ഹൈറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത്. കാര്യമായ രീതിയിലൊന്നും ബാധിക്കത്തില്ലെന്ന് തോന്നുന്നു. നല്ലൊരു എത്ര അടിയെന്ന് ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ലൊരു 10-30 അടിയെങ്കിലും ഹൈറ്റ് ഉണ്ട്. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. ക്ഷേത്രത്തിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന ഭാഗമാണ്. ഇവിടെ ഓച്ചിറയെ സംബന്ധിച്ച് ഓച്ചിറ ക്ഷേത്രം ഒരു വലിയ ഘടകമാണ്. ഇവിടുത്തെ ഉത്സവവും ഇവിടുത്തെ 28 ഓണം, കാളകെട്ട്, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വലിയ പടുകൂറ്റൻ കാളകളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല. എന്നാലും താഴെക്കൂടുള്ള കട്ട് റോഡിൽ കൂടെയൊക്കെ ഈ ഞക്കനാൽ കാള എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാളയാണ്. നമുക്കതൊക്കെ കാണേണ്ടിയിരിക്കുന്നത് എങ്ങനെ വരുമെന്നുള്ളത്. ഏതാണ്ട് ഇവിടുന്ന് അജന്ത ജംഗ്ഷൻ, ഇവിടുന്ന് അങ്ങോട്ട് കൃഷ്ണപുരത്തേക്കുള്ള അവിടെ ഒരു വലിയ അണ്ടർപാസ് വരുന്നുണ്ട്. കൃഷ്ണപുരത്ത് നിന്നും ടാപ്പിൽ ഭാഗത്തേക്ക് പോകുന്ന വലിയൊരു അണ്ടർപാസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള പണികളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ലാൻഡ് പൊക്കി പോകുന്ന ഒരു കാഴ്ച ഇവിടുന്ന് തുടങ്ങുന്നുണ്ട്. കൃഷ്ണപുരം ജംഗ്ഷനാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കെട്ടുകാള ഇവിടുത്തെ നന്ദികേശനാണ്. ഇവിടുത്തെ ഓച്ചിറയിലാണ് അതുള്ളത്. കൃഷ്ണപുരം കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ തോടുണ്ട്. ഇവിടുത്തെ പാലത്തിൻ്റെ പണി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോകുന്ന പഴയ റോഡിൽ കൂടാണ്. ചില ഭാഗങ്ങളിലെല്ലാം ടാറിങ് ഒക്കെ ചെയ്ത് ഒരു സൈഡ് നല്ല സ്മൂത്ത് റോഡ് തയ്യാറായിട്ടുണ്ട്. ഇന്ന് മഴയുമല്ല വെയിലും അല്ലാത്ത ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ കേരളത്തിൽ മഴയ്ക്ക് യാതൊരു ക്ഷാമവും ഇല്ല. ആഴ്ച ന്യൂനമർദ്ദവും മഴയൊക്കെയാണ്. and ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ബിരിയാണി കടകളൊക്കെ, ദം ബിരിയാണി 110 രൂപ. കടകളൊക്കെ എല്ലാം ഈ സൈഡിലെ കനാലൊക്കെ വരുമ്പോൾ കടയുടെ ബോർഡ് മാത്രമേ കാണാറുള്ളൂ. ഇവിടെ ഒരു ബെക്കോ ഉണ്ട്, അതിൻ്റെ തിരക്കാണ് ഇവിടെ കാണുന്നത്. ഭാഗത്തേക്ക് പോകുന്ന കൃഷ്ണപുരം കഴിയുമ്പോൾ ഇവിടെ അണ്ടർപാസ് ഉണ്ട്. പകുതി ഭാഗത്തെ അണ്ടർപാസിന്റെ പണി തീർന്നിട്ടുണ്ട്. APS ജംഗ്ഷൻ
KPSC ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ, അതായത് കായംകുളത്തേക്ക്, ഓച്ചറയിൽ നിന്ന് കായംകുളത്തേക്ക് വരുമ്പം ഇവിടെ മെറ്റലിംഗ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് ഇവിടെ വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് പണി. പഴയ റോഡാണ് ഇപ്പം നമ്മൾ പോകുന്നത്, അതുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുക മഴ ആയതുകൊണ്ട്. നമ്മളിപ്പോൾ കല്ലുമൂടി ജംഗ്ഷനാണ്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അതാണ് ആ മുന്നിൽ കാണുന്ന ഒരു അണ്ടർപാസിൻ്റെ പകുതി പോർഷൻ്റെ പണി തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി ഭാഗത്തേക്ക് ഏതാണ്ട് ഇങ്ങനെ കമ്പികളൊക്കെ ഇങ്ങനെ നിരത്തി ഫില്ലിംഗ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ാണ് നമ്മൾ കായംകുളത്തേക്ക് പ്രവേശിക്കുകയാണ്. കായംകുളത്ത് കയറുമ്പം ഇവിടെ ഹൈവേയുടെ NHന്റെ പണി ഇവിടെ എല്ലാ രാഷ്ട്രീയ മതവിഭാഗങ്ങളും എല്ലാ സ്റ്റുഡൻസും എല്ലാം ചേർന്ന് ഇവിടെ എതിർക്കുന്നുണ്ട്. കാര്യം ഇവിടെ എലിവേറ്റഡ് ഹൈവേ വേണമെന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആവശ്യം. അത് ശരിക്കും ഒരു ഇതാണ്. MSM കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രി, അങ്ങനെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള വഴി ആണിത്. അപ്പോൾ ഇവിടെ എലിവേറ്റഡ് ഹൈവേ വേണമെന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അതാണ്. അതിന് ഇതുവരെയും ഒരു തീരുമാനമായില്ല. പാലത്തിൻ്റെ പണികൾ ഏതാണ്ട് ഇവിടെ നമ്മളിപ്പം കായംകുളം പാലത്തെ കയറിയിരിക്കുകയാണ്, കായംകുളം കായലിലേക്ക് പോകുന്നത്. അതിൻ്റെ പാലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ കോളേജ് ജംഗ്ഷനും ഒക്കെയാണ്. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത്. ഇവിടെ പണികളിപ്പോൾ തടസ്സം ചെയ്യുകയാണ്. ഇവിടെ പോലീസ് ഇടപെട്ട് ഈ സമരം ചെയ്യുന്നവരെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മീഡിയയിലൊക്കെ കണ്ടതാണ്. നമുക്കിവിടെ ഒരു ജനത്തിൻ്റെ ആവശ്യമാണ്. ഇതൊരു അനാവശ്യമായ കാര്യമല്ല, ആവശ്യമാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് യാതൊരു റോളുമില്ല. ഇനിയും എന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ കേന്ദ്ര ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരി ആണെന്ന് തോന്നും അല്ലേ. അപ്പം അവരിൽ നിന്നൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടായാലും ഓർഡർ ഉണ്ടായാലും ഈ പണിക്കൊരു മാറ്റം വരത്തുള്ളൂ. നമ്മളിപ്പോൾ MSM കോളേജ് ജംഗ്ഷനാണ്. ഇവിടെ കെട്ടിയേക്കുന്ന പന്തലുകൾ കണ്ട, ഇതെല്ലാം ഈ സമര പന്തലുകളാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഓരോ പാർട്ടികളും ഇവിടെ ഹർത്താലും പോലീസ് സ്റ്റേഷൻ മാർച്ചും ഒക്കെ നടക്കുന്നുണ്ട്. കോളേജ് ജംഗ്ഷനാണിത്, MSM കോളേജാണിത്. ഇവിടെ ഒരു കുറേ റോഡിൻ്റെ ടാറിങ് ഒക്കെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ പണി അനിശ്ചിതത്വത്തിലാണ്. ഈ സൈഡൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ ഇവിടുന്ന് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫില്ലിംഗ് ഒക്കെ ഇനി കിടക്കുന്ന ഡൈവർഷൻ ഉണ്ട്. ഇവിടെ ഭയങ്കര ട്രാഫിക്കൊക്കെ ഇവിടെ ജാമാണ്. കുറേ ഭാഗം ഇവിടെ ഓടയുടെ കാനയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഡൈവർഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഇച്ചിരി ട്രാഫിക്കൊക്കെ ഉണ്ട്. സൈഡിൽ ഏതാണ്ടൊരു 5 അടി പൊക്കത്തിലിങ്ങനെ പകുതി റോഡ് പൊക്കി ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ടാറിങ് ആണ് ചെയ്തേക്കുന്നത്. മുന്നോട്ട് വരുമ്പോൾ വരെയും ഇപ്പോൾ ഇവിടെ കരിയിലക്കുളങ്ങര ജംഗ്ഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സ്പിന്നിങ് മില്ലിൻ്റെ സമീപത്താണ്.
കൃഷ്ണപുരം ജംഗ്ഷനിലാണ്. ഇവിടുത്തെ അണ്ടർപാസിൻ്റെ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്, അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏവൂർ ജംഗ്ഷനാണ്. ഏവൂർ ജംഗ്ഷൻ മുതൽ ചേപ്പാട് വരെയുള്ള ഇവിടുന്ന് ഒരു വലിയ അണ്ടർപാസ് ഇവിടെ ഉണ്ട്, ചേപ്പാടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണികളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ മുതൽ രണ്ട് സൈഡും പണികൾ എപ്പോഴും ഉണ്ട്. ചേപ്പാട്ടെ അണ്ടർപാസിൻ്റെ നല്ല ഹൈറ്റിലാണ് പോകുന്നത്. അതിൻ്റെ തൂണുകളൊക്കെ ഇങ്ങനെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കാഴ്ചകൾ കാണാം. ചേപ്പാട് എത്തിയിരിക്കുകയാണ്. ഇത്രയുമാണ് ഈ ഓച്ചിറ മുതലുള്ള ഒരു NH-ൻ്റെ ഇപ്പോഴുള്ള പ്രോഗ്രസ് എന്ന് പറയുന്നത്. അടുത്തൊരു വ്ലോഗിൽ കാണും വരെ നന്ദി, നമസ്കാരം.